ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് എല്ലായിടത്തും കേൾക്കുന്നുണ്ട്, പഠിക്കണം എന്നുണ്ട്. പക്ഷെ ശരിക്കും ഇതെന്താ സംഭവം? അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പണ്ടൊക്കെ ടി വിയിൽ പല ആഡ്സും കണ്ടിട്ട് ആ സാധനങ്ങളൊക്കെ തപ്പിപ്പോയി വാങ്ങാറില്ല. അങ്ങനെ കമ്പനികളുടെ ബിസിനസ് കൂടും. ഇപ്പോഴോ ആളുകൾ കൂടുതലായി യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇമെയിൽ, വെബ്സൈറ്റ്സ്, ഗൂഗിൾ സെർച്ച് എഞ്ചിൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസിലൂടെ പരസ്യങ്ങൾ കാണും. അതായത് ഡിജിറ്റലി ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മാർക്കറ്റ് ചെയ്യപ്പെടുന്ന രീതി. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെയും ബ്രാൻഡുകളുടെയും ഇടയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ റോൾ എന്ന് പറയുന്നതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ്, അനലിസ്റ്റ്, SEO സ്പെഷ്യലിസ്റ്റ്, സോഷ്യൽ മീഡിയ മാനേജർ, കോണ്ടന്റ് മാർക്കറ്റർ, PPC സ്പെഷ്യലിസ്റ്റ് പോലുള്ള പല റോളുകൾ ഇതിൽ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയെക്കുറിച്ചും ടെക്നോളജിയെക്കുറിച്ചും ബേസിക് നോളജുള്ള ആർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചെടുക്കാം. എന്നാൽ അനലിറ്റിക്സ്, ക്രിയേറ്റിവിറ്റി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് പോലുള്ള സ്കിൽസ് ആണ് ഇതിന് ആവശ്യം. ഫ്രീലാൻസ് ആയും ഏജൻസീസ്, സ്റ്റാർട്ടപ്സ്, അങ്ങനെ ബിഗ് ബ്രാൻഡ്സിലെല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു സീനിയർ ലെവലിൽ ഏകദേശം 20 ലക്ഷം ഒക്കെ ഈസി ആയിട്ട് സാലറിയും നേടാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യും. ഞങ്ങളുടെ അക്കാഡമിക് എക്സ്പെർട്ട് നിങ്ങളെ കണക്ട് ചെയ്യുന്നു.